ഞാൻ വാസു. ഈ വായനശാലയിൽ നന്നേ കുട്ടിക്കാലം മുതൽ എല്ലാ ദിവസവും എന്നതുപോലെ കയറി വരികയും വായനയുടെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ചാനയിച്ച ഈ വായനശാലയിൽ അതിന്റെ അന്നത്തെ ലൈബ്രറിയനായിരുന്ന ശ്രീ ടി മധുസൂദനൻ എന്ന മധുവേട്ടനും, അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്തെങ്കിലും ജോലിക്ക് പോയി ഈ വീട്ടിൽ ചെലവിന് കൊണ്ടുപോവാ എന്ന് പറയാതെ എന്നെ പഠിപ്പിന്റെ വിദ്യാഭ്യാസത്തിന്റെ ലോകത്തേക്ക് തുറന്നുവിട്ട എൻ്റെ അമ്മയെയും ഈ രണ്ടുപേരെയും ഓർത്തുകൊണ്ട് മാത്രമേ എനിക്ക് കൈരളിയുടെ ഈ മുറിയിലിരുന്ന് സംസാരിക്കാൻ കഴിയും. ഞാനെന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള രണ്ടുപേർ ഈ വായനശാലയും അമ്മയുമാണ്. ഈ വായനശാലയിൽ ഞാൻ കയറി വരുന്നത് 6ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന മുട്ടത്തു വർക്കിയുടെ നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വായിക്കുക എന്ന മോഹവുമായിട്ടാണ്. അങ്ങനെ ഈ ലൈബ്രറിയിലുള്ള ഓരോ പുസ്തകവും തൊട്ടു നോക്കാതെ ഓരോ ദിവസവും കടന്നുപോയിട്ടില്ല. എന്റെ കയ്യിന്റെ സ്പർശനം ഏൽക്കാത്ത പുസ്തകങ്ങളുടെ എണ്ണം ഈ വായനശാലയിൽ ഒരു കാലത്ത് കുറവായിരുന്നു. അങ്ങനെയാണ് ഞാൻ പുതിയ പുതിയ അറിവുകളുടെ ലോകത്തേക്ക് കണ്ണോടിക്കാൻ പഠിച്ചത്. ഇന്ന് ഞാൻ ഇവിടെ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ പുസ്തക പരിചയ പരിപാടിയിൽ സംസാരിക്കുന്നത് കുട്ടികൃഷ്ണ മാരാർ എഴുതിയ ഭാരത പര്യടനം എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് ഈ പുസ്തകത്തിനെ ഞാൻ പരിചയപ്പെടുന്നത്. അതായത് 1975 കാലഘട്ടത്തിൽ. മഹാഭാരതം എന്ന കൃതി മഹേതിഹാസത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മഹാഭാരതം എന്ന പേര് പറയുന്നത് പോലെ തന്നെ അതിലില്ലാത്തതോ അതിലിനി ഉൾച്ചേർക്കേണ്ടതായ ഒന്നുമില്ല. അതിലില്ലാത്ത ഒന്നുമില്ല ഈ ലോകത്ത്, അതിൽ നിന്നൊന്നും കൂട്ടിച്ചേർക്കേണ്ടതുമില്ല. ആ മഹാഭാരതത്തെ കാണുകയും നേരിട്ട് പരിചയപ്പെടുകയും ചെയ്യാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അതിന്റെ കഥകളെ വ്യാഖ്യാനിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് അതിലേക്ക് ഉൾക്കാഴ്ച നൽകിയ ഒരു ഗ്രന്ഥമാണ് ഭാരത പര്യടനം. മഹാഭാരതം 18 പർവങ്ങൾ, അതിന്റെ കഥകളും ഉപകഥകളുമുള്ള ഒരു മഹത് ഗ്രന്ഥമാണ്. മഹാഭാരതത്തിൽ 18 പർവങ്ങളുണ്ട് എന്ന് മാത്രമല്ല, മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്നത് 18 ദിവസമാണ്. ആ യുദ്ധത്തിൽ പങ്കെടുത്തത് 18 അക്ഷൗഹിണികളാണ്. ഭീഷ്മർ മുതൽ അശ്വത്ഥാമാവ് വരെയുള്ളവർ നേതൃത്വം നൽകിയ കൗരവപ്പടയും പാണ്ഡവപ്പടയും തമ്മിലുള്ള യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം. യഥാർത്ഥത്തിൽ മഹാഭാരതം എന്ന് പറയുന്നത് ജ്യേഷ്ഠാനിയന്മാരുടെ മക്കൾ തമ്മിലുള്ള ഒരു സ്വത്ത് തർക്കമാണ്. രാജപദവിക്ക് വേണ്ടിയുള്ള തർക്കമാണ്. ആരാണ് രാജാവാകേണ്ടത്, ആരാണ് രാജ്യം ഭരിക്കേണ്ടത്, കോടാനുകോടി സമ്പത്തിന്റെയും സൗഭാഗ്യങ്ങളുടെയും അധിപനായിരിക്കേണ്ടത് ആരാണ്, ഇതിൽ തീർപ്പ് കൽപ്പിക്കാനാണ് ജ്യേഷ്ഠാനിയന്മാരുടെ മക്കൾ തമ്മിൽ 18 ദിവസം നീണ്ടുനിന്ന മഹായുദ്ധം അരങ്ങേറിയത്. എല്ലാ യുദ്ധത്തെയും പോലെ പുരുഷന്മാർ മുഴുവൻ മരിച്ചു വീഴുകയും സ്ത്രീകളും കുട്ടികളും അനാഥരായി കേണു നടക്കുകയും ചെയ്യുന്ന കാഴ്ച മഹാഭാരത യുദ്ധത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും.
ONV-യുടെ കവിതയിൽ പറഞ്ഞതുപോലെ വലിയോരുടെ മതമത്സര പത്മവ്യൂഹ വലയം തന്നിൽ രക്തസാക്ഷിയാം തന്നുണ്ടിയെ പേർത്തു കരഞ്ഞ അമ്മയാണ് ഗാന്ധാരി. ഗാന്ധാരിയുടെ ദുഃഖവും കുന്തിയുടെ ദുഃഖവും ദുശ്ശളയുടെ ദുഃഖവും എല്ലാം കലർന്ന മഹാഭാരതം അതിനെ വെറും കഥകളായി മാത്രം വ്യാഖ്യാനിക്കപ്പെടാതെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് കുട്ടികൃഷ്ണമാരാരുടെ ഈ ഗ്രന്ഥമാണ്. കുട്ടികൃഷ്ണമാരാരുമായി മറ്റൊരു ഹൃദയബന്ധം കൂടി വേണമെങ്കിൽ പറയാവുന്നതാണ്. അദ്ദേഹം പട്ടാമ്പിയിലെ പുന്നശ്ശേരി നമ്പിയുടെ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ആളായിരുന്നു. ആ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ പുസ്തകത്തെ പരിചയപ്പെടാൻ ഇടയായത്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മഹാഭാരത കഥകൾ നേരിട്ട് വ്യാഖ്യാനിക്കുകയല്ല കുട്ടികൃഷ്ണമാരാർ ചെയ്യുന്നത്. ഇതില് മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തി മഹാഭാരതത്തെ വായിക്കുന്നതിലൂടെ അതിലൂടെ കടന്നുപോയ സമയത്ത് നാലാപ്പാട്ട് നാരായണ മേനോന്റെയും വള്ളത്തോളിന്റെയും കീഴിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന കാലഘട്ടത്തില് അദ്ദേഹം എഴുതിയ 18 ലേഖനങ്ങളാണ് ഈ കൃതിയിൽ ഉള്ളത്. ഓരോ ലേഖനവും ഇൻഡിവിജ്വാലിറ്റി ഉള്ള ലേഖനങ്ങളാണ്. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തവും ഒന്നിനൊന്ന് വ്യതിരിക്തവുമായ ലേഖനങ്ങളാണെങ്കിലും എല്ലാ ലേഖനങ്ങളും മഹാഭാരതത്തിലേക്ക് നമുക്ക് ഉൾക്കാഴ്ച നൽകാൻ കെൽപ്പുള്ള ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതുവരെ കേട്ട കഥയിൽ നിന്നും കുറെ കൂടി ആഴമേറിയ ജീവിത വ്യാപാരങ്ങളുടെ സങ്കീർണമായ ലോകത്തിലേക്ക് കടന്നു ചെല്ലാൻ ഈ ഗ്രന്ഥം നമ്മെ സഹായിക്കും. BC 6000-നും 3000-നും ഇടയിൽ ഹരിയാനയിൽ നടന്നു എന്ന് കരുതപ്പെടുന്ന ഒരു മഹായുദ്ധത്തെ, ഒരു ലോകമഹായുദ്ധത്തെ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ തത്വചിന്താപരമായി അവതരിപ്പിക്കുകയാണ് മഹാഭാരതത്തിന്റെ ഗ്രന്ഥകാരൻ വേദവ്യാസൻ. വേദവ്യാസന്റെ ജനനം മുതൽ ആ കഥ നൈമിഷാരണ്യത്തിൽ വൈശമ്പായനൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയുടെ അടിസ്ഥാനത്തിൽ എഴുതിയ 18 ലേഖനങ്ങളിൽ അദ്ദേഹം ആദ്യം അവതരിപ്പിക്കുന്നത് ഭീഷ്മ പ്രതിജ്ഞയാണ്. മഹാഭാരതത്തെ അല്ലെങ്കിൽ മഹാഭാരത കഥയെ അങ്ങേയറ്റം സ്വാധീനിച്ച ഒന്നാണ് ഭീഷ്മരുടെ പ്രതിജ്ഞ. സ്വന്തം പിതാവ് വേറൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ യുവതിയുടെ പിതാവ് ശന്തനു മഹാരാജാവിനോട് അദ്ദേഹത്തിന്റെ രാജപദവിയുടെ അനന്തരാവകാശം തന്റെ മകളുടെ പുത്രന് നൽകണമെന്ന് അവളുടെ അച്ഛൻ പറയുമ്പോൾ അത് നടത്തിക്കൊടുക്കാമെന്ന് പറയുന്ന മകൻ സ്വന്തം അധികാരം പോലും തന്റെ രാജ്യപദവി പോലും അടിയറവ് വെക്കാൻ, പിതാവിന് വേണ്ടി അടിയറവ് വെക്കാൻ തയ്യാറായ ഭീഷ്മർ ഞാനിതാ രാജാ പദവി ഉപേക്ഷിക്കുന്നു. അപ്പോൾ സത്യവതിയുടെ പിതാവ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു മറ്റൊരു കാര്യം. താങ്കൾ വിവാഹം കഴിക്കുകയും അതിലൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുമ്പോൾ രാജാധികാരത്തിന് വേണ്ടി അയാൾ അവകാശം ഉന്നയിച്ചാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഞാൻ ജീവിതത്തിൽ വിവാഹം കഴിക്കുകയില്ല, എനിക്ക് മക്കളുണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നാണ് പറയുന്നത്. സ്വന്തം പിതാവിന് വേണ്ടി ത്യജിക്കാവുന്നതിലപ്പുറം ത്യജിക്കുന്ന ഒരു പുത്രനായിരുന്നു ഭീഷ്മർ. മാത്രമല്ല മഹാഭാരതത്തിൽ ഏറ്റവും അധികം ഹൃദയവേദന അനുഭവിച്ച കാരണവരും അല്ലെങ്കിൽ അവരുടെ പിതാമഹനും ഭീഷ്മർ തന്നെയായിരുന്നു. ഭീഷ്മരുടെ ഈ പ്രതിജ്ഞ എന്ന ഈ ഭാഗത്ത് ആദ്യം പറയുന്നത് ഇതാണ്. അതായത് ഈ ഭീഷ്മർ എന്ന് പറയുന്നയാൾ എന്തുകൊണ്ട് ഭീഷ്മ പ്രതിജ്ഞ ഇത്ര ഫലപ്രദമായി അല്ലെങ്കിൽ ഇത്ര മഹത്തരമായി തോന്നുന്നു എന്ന് നാം ചോദിക്കുകയാണെങ്കിൽ അതിന് കാരണം അദ്ദേഹം തന്റെ ജീവിതമാണ് ത്യജിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഭീഷ്മരുടെ ഈ പ്രതിജ്ഞയ്ക്ക് അപ്പുറം മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കഥാപാത്രമാണ് അംബ. അതാണ് രണ്ടാമത്തെ ഇതിലെ ലേഖനം. ആരാണ് അംബ? അംബ കാശിരാജാവിന്റെ 3 പെൺമക്കളിൽ ഒരുവളായി. ഭീഷ്മർ വിവാഹം കഴിക്കാതിരുന്നപ്പോൾ സത്യവതിയിൽ ഉണ്ടായ 2 പുത്രന്മാർക്ക് വധുക്കളെ ആവശ്യമായി വന്നപ്പോൾ
അവരെ വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടികളും വരാതിരുന്ന സമയത്ത് കാശി രാജാവിന്റെ 3 മക്കളുടെ സ്വയംവരം അറിഞ്ഞ് ഭീഷ്മർ അവിടെ എത്തി ആ 3 പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ട് തന്റെ രാജ്യത്തേക്ക് വരികയാണ്. അങ്ങനെ വന്നപ്പോൾ 2 രാജകുമാരിമാരും അംബ, അംബിക, അംബാലിക എന്ന ആ 3 പെൺകുട്ടികളിൽ മൂത്തവളായ അംബ മാത്രം താൻ സാല്വ മഹാരാജാവിനെ പ്രണയിക്കുന്നു എന്നും അതുകൊണ്ട് തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നും പറയുമ്പോൾ മഹാധനനായ ഭീഷ്മർ അവളെ വേണ്ടത്ര അനുയായികളോടുകൂടി സാല്വ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ സാല്വ രാജാവ് അവളോട് പറയുകയാണ്, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം നീ പരകീയയാണ്, നീ മറ്റൊരാൾക്ക് വശംവദയായവളാണ്. ഭീഷ്മർ നിന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയിട്ട് വിവാഹം കഴിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് ഭയമാണ്. നിന്നെ ഇനി വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അംബയെ തള്ളിപ്പറയുകയാണ് സാൽവൻ ചെയ്തത്. ഇതിൽ അംബയ്ക്ക് വലിയ സങ്കടമുണ്ട്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചു. ഭീഷ്മരാണല്ലോ ഇതിന് കാരണം. ഭീഷ്മരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവളെ ഉപദേശിച്ച് പലരും ഉപദേശിച്ച് എത്തിക്കുന്നത് പരശുരാമന്റെ മുമ്പിലാണ്. പരശുരാമന്റെ ശിഷ്യൻ കൂടിയാണ് ഭീഷ്മർ. പരശുരാമൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഭീഷ്മരോട് 20 നാൾ പൊരുതുകയാണ്. ആ പൊരുത്തിന്റെ അവസാനം പരാജയപ്പെടുന്നത് പരശുരാമൻ തന്നെയാണ്. ഈ കഥ പറയാനല്ല ഞാൻ അംബയുടെ കഥ പറഞ്ഞത്. ഇതിൽ കുട്ടികൃഷ്ണമാരാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു പെൺകുട്ടി തന്റെ അടുത്ത് വന്ന് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ആ കാര്യത്തിന്റെ ശരിയായ വശം പരിശോധിച്ച് അതിന്റെ വരും വരായികകളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി അവളെ പിന്തിരിപ്പിക്കേണ്ട പരശുരാമനെ പോലെ ഉള്ള ഒരാൾ എന്തുകൊണ്ട് അത് മറന്നു എന്നൊരു ചോദ്യം ഇതിൽ മാരാർ ചോദിക്കുന്നുണ്ട്. സുന്ദരിയും യൗവനയുക്തയുമായ ഒരു പെൺകുട്ടി അവളുടെ വിഷമം വന്ന് പറയുമ്പോൾ മറ്റെല്ലാം മറന്ന് അദ്ദേഹം അതിനനുകൂലമായി നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവസാനം എന്തുണ്ടായി? ഇനി ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിനക്ക് മറ്റാരെയെങ്കിലും സമീപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ആ തന്റെ പ്രതിജ്ഞയിൽ നിന്ന് പരശുരാമൻ പിൻവാങ്ങുകയാണ്. ഒരുപക്ഷെ അതിന് കാരണം മഹാഭാരതത്തിലെ മറ്റൊരു കഥാപാത്രവും ഈ പരശുരാമന്റെ തന്നെ ശിഷ്യനുമായ അകൃതവ്രണൻ എന്ന കഥാപാത്രമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതന്ന എഴുത്തുകാരൻ ആ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് സാല്വ മഹാരാജാവിനെ കുറെ കൂടി എളുപ്പമായിരുന്നു പരശുരാമന് സാല്വനെ വിളിച്ച് അയാളോട് കാര്യം പറഞ്ഞ് ഇവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കുറച്ച് ബലം പ്രയോഗിച്ചൊക്കെ ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതാണ്. അംബ പിന്നീട് അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിയായി ജനിച്ചതും ഒക്കെ നമുക്കറിയാം. അത് മഹാഭാരത കഥയുടെ മറ്റൊരു ഭാഗമാണ്. അംബ കഴിഞ്ഞാൽ അടുത്ത ലേഖനം ഇതിൽ പറയുന്നത് കർണന്റെ അരങ്ങേറ്റമാണ്. കർണനെ നമുക്കറിയാം, സൂര്യപുത്രനാണ് കർണൻ. പക്ഷേ മഹാഭാരതത്തിലുടനീളം സൂതപുത്രൻ എന്നറിയപ്പെടുന്ന കർണൻ കുന്തിയുടെ വിവാഹത്തിന് മുൻപ് അവൾ പ്രണയിച്ച സൂര്യനിൽ നിന്ന് ലഭിച്ച പുത്രൻ, ഗംഗാനദിയിൽ ഒഴുക്കിവിട്ട പുത്രൻ. ആ പുത്രൻ പിൽക്കാലത്ത് പാണ്ഡവരുടെ എതിരാളി പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന കഥയാണ് മഹാഭാരതത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന്. കുട്ടികൾ ആയുധാഭ്യാസം കഴിഞ്ഞ് അരങ്ങേറ്റം കുറിക്കുന്ന നാളിൽ അർജുനൻ വല്ലാതെ പ്രശംസിക്കപ്പെടുമ്പോൾ കൂട്ടത്തിൽ നിന്നൊരാൾ അർജുനൻ ഇപ്പോൾ ചെയ്ത ഈ കാര്യങ്ങൾ ഇതിനേക്കാൾ ഭംഗിയായി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു യുവാവ് പുറത്തേക്ക് വരുന്നത് കർണൻ അങ്ങനെ വന്നപ്പോൾ അതാർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം കർണൻ സൂതപുത്രന്. പക്ഷെ ആ സമയത്ത് കർണനെ തന്റെ സഹോദരനെ പോലെ, തന്റെ സുഹൃത്തിനെ പോലെ സ്വീകരിച്ച് അംഗരാജ്യത്തിന്റെ ചക്രവർത്തിയാക്കി തന്നോടൊപ്പം നിർത്തിയ ദുര്യോധനനോട് ജീവിതാവസാനം വരെയുള്ള സൗഹൃദം പുലർത്തിയ കർണന്റെ കഥ അദ്ദേഹം കർണന്റെ അരങ്ങേറ്റം എന്ന ലേഖനത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. സൗഹൃദത്തിന്റെ ബലം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ രാമായണത്തിലൊക്കെ കാണുന്ന പല സൗഹൃദങ്ങളെക്കാൾ വിഭീഷണൻ സ്വന്തം ജ്യേഷ്ഠനെ വഞ്ചിക്കുന്ന കഥ കേൾക്കുന്ന രാമായണത്തിന്റെ കഥ ഈ കാലഘട്ടത്തിനോട് തൊട്ട് മുമ്പൊക്കെ നടന്ന കഥകളാണ് അത്.
ആ കഥകളുടെ ഇടയിൽ നമുക്ക് കർണനെ പോലെയുള്ള ഒരു സുഹൃത്തിനെ അവതരിപ്പിക്കുന്നു. ആ സുഹൃത്തിന്റെ സൗഹൃദത്തിന്റെ ബലം കൃത്യമായി മനസ്സിലാകത്തക്ക രൂപത്തിൽ ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നു. കർണന്റെ അടുത്ത് ചെന്ന് അമ്മ കുന്തി ആ കർണനോട് കൗരവപക്ഷത്ത് നിൽക്കരുത് എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നതാണ് നമ്മൾ ഇതിൽ കാണുന്ന ഒരു കാര്യം. ആ കർണനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്ന ലേഖനം കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ആയുധശാലയാണ്. യുദ്ധത്തിന്റെ ആയുധശാല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയത്? ഒരു യുദ്ധത്തിലേക്ക് പോകാതെ എന്തുകൊണ്ട് മഹാഭാരതത്തിൽ ആ സഹോദരന്മാർ തമ്മിലുള്ള തർക്കം ഇല്ലാതാക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതില് ഭീമനും അതുപോലെ ദുര്യോധനനും എല്ലാം വിതുരരടക്കമുള്ള ആളുകളെ കുറിച്ച് ഉള്ള പ്രതിപാദനം കുട്ടികൃഷ്ണമാരാർ നൽകുന്നുണ്ട്. ഇതില് എന്തുകൊണ്ടാണ് ഈ യുദ്ധം കുരുപാണ്ഡവന്മാർ തമ്മില് ഇത്ര ശക്തിയായി ഉൾക്കൊണ്ടത്? ഇതില് ദുര്യോധനൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മാവൻ ശകുനിയാണ്. ശകുനിയെ കുറിച്ച് തൊട്ടടുത്ത് പറയാം. ഈ ഭൂമിയാകെ യുധിഷ്ഠിരന് അധീനമായിരിക്കുന്നതും ആ നിലയ്ക്ക് നിറവേറിയ രാജസൂയവും കണ്ടിട്ട് ഞാൻ അമർഷം മൂലം വേനൽക്ക് കൊച്ചുകുളത്തിലെ വെള്ളം പോലെ തിളച്ചു വറ്റുകയാണ്. കണ്ടില്ലേ കൃഷ്ണൻ ശിശുപാലനെ വീഴ്ത്തിയത്? അയാൾക്ക് പിൻചെല്ലുവാൻ ഒരാൾ ഉണ്ടായതുമില്ല. രാജാക്കന്മാരൊക്കെ വൈശ്യന്മാരെ പോലെയാണ്. പല രത്നങ്ങളും കൊണ്ടുവന്ന് പാണ്ഡവർക്ക് കപ്പം കൊടുത്തത്. ഞാൻ തീയിലോ വെള്ളത്തിലോ ചാടി ചാവും, അല്ലെങ്കിൽ വിഷം കഴിക്കും. ഇത്ര വലിയ വിഷാദത്തിലേക്ക് ദുര്യോധനൻ പോകുന്നതുവരെ ഈ യുദ്ധത്തിന്റെ പരിണാമത്തിന് കാരണമായിട്ടുണ്ട്. സ്വത്തുക്കൾ പോകുന്നു എന്ന് മാത്രമല്ല, വലിപ്പ ചെറുപ്പത്തിന്റെ ഒരു പ്രശ്നവും ഇതിലുണ്ട് എന്ന് കുട്ടികൃഷ്ണമാരാർ നമുക്ക് കാണിച്ചു തരികയാണ്. അടുത്ത ലേഖനം എന്ന് പറയുന്നത് ഇതിലെ തന്നെ അടുത്തല്ലേ ഭീഷ്മരുടെ ധർമ്മനിശ്ചയമാണ്. ഭീഷ്മ പ്രതിജ്ഞ എന്ന ആ അധ്യായത്തിൽ അത് പൂർണ്ണമാവാത്തത് കൊണ്ട് ഭീഷ്മരുടെ ധർമ്മനിശ്ചയം എന്ന ഒരു ലേഖനം കൂടി എഴുതുന്നു. ഈ ലേഖനം ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ കഥയ്ക്ക് ശേഷമുള്ള, അല്ലെങ്കിൽ ആ കഥയോട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം യുധിഷ്ഠിരൻ ചൂതുകളിയിൽ തോറ്റു. ചൂതുകളിയിൽ തോൽക്കാൻ കാരണം കൗരവന്മാരുടെ അമ്മാവനായിട്ടുള്ള ശകുനിയാണ്. ഈ ശകുനി എന്ന കഥാപാത്രം നമ്മൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാത്തൊരു കഥാപാത്രമാണ്. ഒരാളോട് അയാൾ ഒരു ശകുനിയാണ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഏഷണിക്കാരനാണ്, അയാൾ ഒരു കുത്തിത്തിരിപ്പുകാരനാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാളാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കുറച്ചുകൂടെ വ്യത്യസ്തമായി ചിന്തിച്ചാൽ, ശകുനി ഗാന്ധാരിയോടൊപ്പം അവളുടെ വിവാഹ ദിവസം അവളെ വിവാഹം കഴിച്ച ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിയതാണ്. അന്ധനായ ഒരു രാജാവിന് തന്റെ സുന്ദരിയായ അനിയത്തിയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അവൾ എത്രത്തോളം കഷ്ടപ്പെടുമെന്നറിഞ്ഞ ഒരു സാധാരണ സഹോദരനെ പോലെയാണ് അയാൾ വന്നത്. അയാളുടെ പെങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവസാനം വരെ നിലകൊണ്ട ആളാണ് ശകുനി. ആ ശകുനിയാണ് കള്ളച്ചൂത് കളിച്ച് പാണ്ഡവരെ തോൽപ്പിച്ചത്. ഈ കള്ളച്ചൂതില് ധർമ്മത്തിന് വേണ്ടിയാണ്, രാജാക്കന്മാരുടെ ധർമ്മമാണ് ചൂതിന് വിളിച്ചാൽ പോകേണ്ടത് എന്നാണ് യുധിഷ്ഠിരൻ ചൂതിൽ പങ്കെടുക്കുന്നതിന് കാരണമായി പറയുന്നത്. തോറ്റു, പിന്നെയും തോറ്റു, എല്ലാം ഉപേക്ഷിച്ചു. ഇനി എന്ത് പണയം വെക്കും എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ ഭാര്യയുണ്ടല്ലോ പണയം വെക്കാൻ. അങ്ങനെ രജസ്വലയായി വീടിനകത്തിരിക്കുന്ന, അന്തഃപുരത്തിനകത്തിരിക്കുന്ന ദ്രൗപദിയെ പണയം വെച്ച് ചൂത് കളിച്ച യുധിഷ്ഠിരൻ, ആ ചൂതുകളിയിൽ ദ്രൗപദിയെ പണയം വെച്ചതിന് ശേഷം അവർ ദ്രൗപദിയോട് മുൻപേ അസൂയയും വൈരാഗ്യവുമുള്ള കൗരവപ്പടയിൽ ദുശാസനൻ അടക്കമുള്ള ആളുകൾ അവളെ വലിച്ചിഴച്ച് സഭാതലത്തിൽ കൊണ്ടുവരികയും വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെ എല്ലായ്പ്പോഴും എന്ന പോലെ ദ്രൗപദിയുടെ സംരക്ഷകനായി എത്തുന്നത് കൃഷ്ണനാണ്. അങ്ങനെ സംരക്ഷകൻ കൃഷ്ണൻ ഇടപെട്ടത് കൊണ്ട് മാത്രം വസ്ത്രാക്ഷേപത്തിൽ രക്ഷപ്പെട്ട പാഞ്ചാലി, ദ്രൗപദി
ചില ചോദ്യങ്ങൾ അവിടെ ഇരിക്കുന്ന മഹാന്മാരായ മഹത്തുക്കളായ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഭീഷ്മരടക്കമുള്ളവർ. ഇതെന്താണ് ധർമ്മം? സ്വയം അടിമയായി തീർന്നതിന് ശേഷം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരാൾ പണയം വെച്ചാൽ അത് പണയമാവുമോ? ആദ്യം ചൂതിൽ തോറ്റ് തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ ഒരാളാണ് യുധിഷ്ഠിരൻ. ഒന്ന്, ആ യുധിഷ്ഠിരന് മാത്രം അവകാശപ്പെട്ട ഒരാളല്ല ദ്രൗപദി എന്നുള്ള വസ്തുത നിൽക്കെ തന്നെ ആ ദ്രൗപദിയെ പണയം വെക്കാൻ അയാൾക്ക് എന്ത് അവകാശം എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഈ ഭീഷ്മരടക്കമുള്ള മഹത്തുക്കൾക്ക് കഴിയുന്നില്ല എന്ന് നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഭീഷ്മർ ദ്രൗപദിയോട് അല്ലെങ്കിൽ പാഞ്ചാലിയോട് പറയുന്ന മറുപടി നമുക്കൊന്ന് നോക്കാം. കല്യാണി, ഞാൻ പറഞ്ഞുവല്ലോ, ധർമ്മത്തിന്റെ സൂക്ഷ്മഗതിയെ ലോകത്തിൽ മഹാത്മാക്കളായ വിപ്രന്മാർക്ക് പോലും അറിയാൻ മേല. ലോകത്തിൽ ബലവാനായ പുരുഷൻ ധർമ്മത്തെ ഏതു നിലയിൽ കാണുന്നുവോ അതുതന്നെയാണ് ധർമ്മമെന്ന് ധർമ്മചിന്തയിൽ മറ്റുള്ളവരും പറയും. അതാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ലോകത്തിൽ എന്താണ് പറയുന്നത്? ലോകത്തിൽ ബലവാനായ പുരുഷൻ ധർമ്മത്തെ ഏതു നിലയിൽ കാണുന്നുവോ അതുതന്നെയാണ് ധർമ്മമെന്ന് ധർമ്മചിന്തയിൽ മറ്റുള്ളവരും പറയുന്നു. ഒന്ന് തീർച്ച, ഈ വംശം നശിക്കാൻ ഇനി താമസമില്ല. അത്രയ്ക്ക് ലോഭവും മോഹവും നിറഞ്ഞിരിക്കുന്നു കുരുക്കളിൽ. അപ്പോ ഈ ഒരു കാര്യം, അതായത് ബലവാൻ ചെയ്യുന്ന കാര്യങ്ങൾ ധർമ്മമായി വ്യാഖ്യാനിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു ഭീഷ്മർ. ഈ ലേഖനത്തിൽ ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന രൂപത്തിൽ മാരാർ അവതരിപ്പിക്കുന്നു എന്നതാണ്. അടുത്ത ലേഖനം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ്. നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്നാണ് ആ ലേഖനം. നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്ന് പറഞ്ഞാൽ ബലത്തിനാളല്ലെങ്കിൽ അധർമ്മം ചെയ്യാം എന്നൊരു വ്യാഖ്യാനം. പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു വാക്യമാണ് ഇത്, അല്ലെങ്കിൽ ഒരു വാക്യത്തിന്റെ ഒരു ഭാഗമാണ് ഇത്. എന്താണ് ഇതിൽ പറയുന്നത്? നിങ്ങൾ ദുർബലനാണെങ്കിൽ നിങ്ങൾക്ക് അധർമ്മം ചെയ്യാം. ചരേത അധർമ്മം, ദുർബലന്മാരാണ് അധർമ്മം ചെയ്യുന്നത്. അപ്പോ ഈ ബലത്തിനാളല്ലെങ്കിൽ ചരേത അധർമ്മം, അധർമ്മം ചെയ്യുന്നതാ. ചില പണ്ഡിതന്മാർ ആവർത്തിച്ച് ശ്ലോകപാദത്തെ ബലസ്യ ഈശേതി അധർമ്മം ന ചരേൽ എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതാണ് കുട്ടീശ്വരന്മാരുടെ വ്യാഖ്യാനത്തിന്റെ പ്രത്യേകത. താൻ ബലത്തിൽ ആളാണെന്ന് വെച്ച് അധർമ്മം ചെയ്യരുത് എന്നൊരർത്ഥം കൂടി ഇതിന് കൽപ്പിക്കുകയാണ് അദ്ദേഹം. ദുർബലനാണെങ്കിൽ അധർമ്മം ചെയ്യാം, അല്ലെങ്കിൽ അധർമ്മം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ബലസ്യ ഈശേതി അധർമ്മം ന ചരേത്, ആ നിഷേധത്തെ നെഗറ്റീവ് അപ്പുറത്തേക്ക് കൊടുത്താൽ, അന്വയിച്ചാൽ അതിന്റെ അർത്ഥം തന്നെ മാറുള്ളൂ. ഇങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട് എന്ന് കുട്ടികൃഷ്ണമാരാർ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതിൽ അദ്ദേഹം വ്യാസൻ ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. വ്യാസന്റെ ചിരി എന്ന അടുത്ത ലേഖനത്തിൽ നമുക്കത് പറയാവുന്നതാണ്. ഈ കാര്യം ലോകത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നത് എപ്പോഴും അധികാരം കയ്യിലുള്ളവരാണ് എന്നും ആ അധികാരം കയ്യിലുള്ളവരുടെ ചരിത്ര വ്യാഖ്യാനത്തെ പലപ്പോഴും പൊതുവിൽ പിന്തുടരേണ്ടി വരുന്നുണ്ട് എന്നും നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. കിരാതമൂർത്തി എന്ന അടുത്ത ലേഖനത്തില് പരമശിവനും അർജുനനും തമ്മിലുള്ള ആ സംവാദത്തിലാണ് വരുന്നത്. നമുക്കത് കഥകളിയിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു കാട്ടുപന്നിയെ അമ്പെയ്ത് വീഴ്ത്തുന്ന അർജുനൻ, കാട്ടാള രൂപത്തിൽ പരമശിവൻ, അവർ തമ്മിലുള്ള സംവാദത്തിലൂടെ അർജുനന് അദ്ദേഹം തന്റേതായ സമ്മാനങ്ങൾ കൊടുത്ത് സഹായിക്കുന്നു. യുദ്ധത്തില് അതൊക്കെ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്ത ലേഖനം വ്യാസന്റെ ചിരി എന്നാണ്. ഇത് പാണ്ഡവരുടെ വനവാസ കാലത്തുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. അവരൊരു തീർത്ഥയാത്ര നടത്തുകയാണ്. അവര് കൗശികി എന്ന നദിയുടെ തീരത്ത് ഒരു ആശ്രമത്തിൽ ചെന്നപ്പോ അവിടെ ഒരു മഹർഷിയുടെ പേര് ലോമശ മഹർഷി എന്നാണ്. അദ്ദേഹത്തോട് പറഞ്ഞൊരു കഥയുടെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് നമ്മുടെ ഋഷ്യശൃംഗന്റെ കഥ ഈ ലേഖനത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഋഷ്യശൃംഗനെ നമുക്കറിയാം, സിനിമയായും കഥകളായും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഇതില് ഒരു പിതാവ് തന്റെ പുത്രനെ
എത്ര കാലം ഈ ലോകത്ത് നിന്ന് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഗതിവിഗതികളിൽ നിന്ന് ഒരു പുത്രനെ പിതാവ് എത്ര കാലം ഒളിപ്പിച്ചു വെച്ചാലും, പ്രകൃതിയുടെ നിയമം എന്നത് ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത ഒന്നാണെന്നും അയാൾ പ്രകൃതി നിശ്ചയം അനുസരിച്ചുള്ള ജീവിതചര്യയിലേക്ക് അധികം കാലം താമസിക്കാതെ തന്നെ പ്രകൃതിയെ വന്നെത്തുമെന്നുള്ള പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് രോമപാതൻ എന്ന ഋഷ്യശൃംഗന്റെ പിതാവ് സ്ത്രീ സ്പർശമില്ലാതെ, സ്ത്രീ സംസർഗമില്ലാതെ തന്റെ പുത്രനെ വളർത്തി വരുന്ന കാലത്ത് മഴയില്ലാത്ത, വെള്ളമില്ലാത്ത ഒരു രാജ്യത്തെ രാജാവ് ഒരു വേശ്യ പെൺകുട്ടിയെ അയച്ച് ഇയാളെ വശീകരിച്ച് തന്റെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതില് ഋഷ്യശൃംഗനെ എവിടേക്ക് എത്തിക്കുകയാണ്? ഈ രാജ്യത്തേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ രാജ്യത്തേക്ക് എത്തിക്കുകയും ഇദ്ദേഹം അവിടെ ചവിട്ടുമ്പോൾ അവിടെ മഴ പെയ്യുകയും അതിന് സന്തുഷ്ടനായ രാജാവ് തന്റെ മകളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യും. മകൾ ഈ മുനിപുത്രന്റെ പരിചാരികയായി അയാളുടെ ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാണ് കഥ. ഈ കഥയില് വിഭാണ്ഡക മുനിയുടെ പ്രവൃത്തിയിൽ മാത്രം ഉള്ളതല്ല വ്യാസന്റെ ആ പരിഹാസം എന്ന് കുട്ടികൃഷ്ണന്മാർ കണ്ടെത്തുകയാണ്. അദ്ദേഹം പറയുന്നത് നമ്മളിലേക്കൊക്കെ തന്നെ ഈ പരിഹാസം എത്തുന്നു എന്നതാണ്. നമ്മളിലൊക്കെ തന്നെയുള്ള പ്രകൃതിയോട് ഇണങ്ങിപ്പോകുന്ന മനുഷ്യ ജീവിതത്തെ അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നമ്മുടെയൊക്കെ പ്രവണതകളെ പരിഹാസ രൂപേണ തള്ളിക്കളയുന്നുണ്ട് ഇത് എന്ന് ഈ കഥയിലൂടെ എന്ന് കുട്ടീഷന്മാര് കണ്ടെത്തുകയാണ്. അത് ഈ ലേഖനത്തിൽ പറയുന്നു. അടുത്ത ലേഖനം ഘോഷയാത്രയാണ്. ഘോഷയാത്രയില് അദ്ദേഹം കൗരവന്മാരുടെയും പാണ്ഡവരുടെയും ഓരോ കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കർണനും ശകുനിയും ദുര്യോധനനും ഒക്കെ ഉണ്ട്. അതായത് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളെ തട്ടിച്ചു നോക്കുകയാണ്. രണ്ടാളുടെയും, അതായത് പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിത രീതികളെ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ഈ ലേഖനത്തിന്. ഇതില് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. എതിരാളിക്ക് ഒരു അപകടം നേരിട്ടാൽ അതിലുള്ളുകൊണ്ടെങ്കിലും രസിക്കുക എന്നത് മനുഷ്യ സാധാരണമായ ഒരു മനോവൃത്തിയാണ്. ആ പ്രാകൃതമായ മനോവൃത്തിയെ അടക്കി അയാളെ അതിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ വിചാരിക്കുന്നവർ നന്നെ ചുരുങ്ങും. അങ്ങനെ ചെയ്യുന്നതിൽ വലിയ മനസ്സംതൃപ്തി കാണുന്നവരാവട്ടെ അതിലും ചുരുങ്ങും. ഒരാൾക്കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്ന 4-5 ധർമ്മിഷ്ഠന്മാരിൽ ഒരുത്തനേ ഉണ്ടായിരുന്നുള്ളൂ എന്നും വരാം. ഇങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തിലെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ, അന്യന്റെ വിഷമത്തിൽ സന്തോഷിക്കാതെ അതിൽ അവനോടൊപ്പം നിൽക്കാൻ കഴിയുന്നവർ വളരെ കുറവാണ് എന്ന ഒരു സത്യത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. മഹാഭാരത കഥയിൽ എന്തുകൊണ്ടാണ് എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഇതും ഒരു കാരണമാണ്. അടുത്ത ലേഖനം പാർത്ഥ സാരഥിയാണ്. പാർത്ഥൻ എന്ന് പറയുന്നത് അർജുനനാണ്. അർജുനന്റെ സാരഥി എന്ന് പറയുന്നത് കൃഷ്ണനാണ്. പാർത്ഥസാരഥി എന്ന ഈ ലേഖനത്തിൽ കൃഷ്ണനെ കുറിച്ചും അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ആ ഹൃദയ ഐക്യത്തെ കുറിച്ചും നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയാണ് അദ്ദേഹം. ഇതിലൊരു നമ്മളൊക്കെ വളരെ കേട്ടിട്ടുള്ള ഒരു കഥാ അംശമുണ്ട്. ആ കഥാംശം ഇങ്ങനെയാണ്. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദുര്യോധനൻ ഒരിക്കൽ അറിയുകയാണ് അർജുനൻ കൃഷ്ണനെ കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ മഹാഭാരത യുദ്ധത്തില്, കുരുക്ഷേത്ര യുദ്ധത്തില് കൃഷ്ണന്റെ സഹായം പാണ്ഡവർക്ക് ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പാണ്ഡവർക്ക് മുമ്പ് കൃഷ്ണന്റെ അടുത്ത് എത്തുന്നതിന് വേണ്ടി സൈന്യങ്ങളോടുകൂടി വളരെ വേഗത്തിൽ ദുര്യോധനൻ കൃഷ്ണന്റെ വാസസ്ഥലത്തെത്തുകയാണ്. അവിടെ ചെന്നപ്പോൾ ആരുമില്ല. അദ്ദേഹം കടന്നു ചെന്ന് കൃഷ്ണൻ ഉറങ്ങുകയാണ്. കൃഷ്ണൻ കിടന്ന് ഉറങ്ങുകയാണ്. കൃഷ്ണന്റെ തലയ്ക്കുള്ള വരാസനം എന്നാണ് പറയുന്നത്. വരാസനം എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരിരിക്കുന്ന വലിയ ഒരു കസേരയിൽ, ആസനത്തിൽ അദ്ദേഹം ഉപവിഷ്ടനാവുകയാണ്. അർജുനൻ കടന്നു വരുന്നു. അർജുനൻ കടന്നു വന്ന് കൃഷ്ണന്റെ പാദത്തിൽ കാൽക്കൽ കൈകൂപ്പി നിൽക്കുന്നു. ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന കൃഷ്ണൻ ആദ്യം കാണുന്നത് അർജുനനെയാണ്.
ഞാനാണ് ആദ്യം വന്നത് എന്ന വാദം ദുര്യോധനൻ ഉന്നയിക്കാം. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് തലയ്ക്കൽ നിൽക്കുന്ന ആളെയല്ല, കാൽക്കൽ നിൽക്കുന്നയാളെയാണ്. അർജുനനോട് ആദ്യം ആവശ്യം ഉന്നയിക്കാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ രണ്ട് ആളെയും സഹായിക്കാം. കൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്ന്, ഞാൻ നിരായുധനായി ഒരാളുടെ കൂടെ നിൽക്കും. മറ്റൊന്ന്, എന്റെ എല്ലാ സൈന്യാദികളും എന്റെ എല്ലാ ശക്തിയും മറ്റൊരാൾക്ക് നൽകും. ഏതാണ് വേണ്ടത്? ആദ്യം പറയാൻ അർജുനൻ അവസരം കൊടുത്തു. അർജുനൻ പറഞ്ഞു, എനിക്ക് കൃഷ്ണൻ മാത്രം മതി. ദുര്യോധനന് സന്തോഷമായി. തനിക്ക് കൃഷ്ണന്റെ സൈന്യങ്ങളും മറ്റു സൗകര്യങ്ങളും ലഭിച്ചല്ലോ. ഇതാണ് ഈ കൂട്ടിമുട്ടലിൽ, ഈ കണ്ടുമുട്ടലിൽ പാണ്ഡവരും കൗരവരും തമ്മിൽ ഉള്ള വ്യത്യാസം ഉണ്ട് എന്ന് അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൃഷ്ണൻ പറയാണ്, താങ്കളാണ് ആദ്യം വന്നത്. അർജുനനോട് പറയാണ്, അതിലെനിക്ക് സംശയമില്ല. അല്ല, ദുര്യോധനനോട് പറയുകയാണ്, അതിലെനിക്ക് സംശയമില്ല. എന്നാൽ അർജുനനെയാണ് ഞാൻ ആദ്യം കണ്ടത്. ഈ രണ്ട് കാരണം കൊണ്ട് ഞാൻ രണ്ടുപേരെയും സഹായിക്കാം. ഇളയവരാണ് ആദ്യം എടുക്കേണ്ടത് എന്നുണ്ട്. അതുകൊണ്ട് അർജുനൻ ആദ്യം എടുത്തുകൊള്ളട്ടെ. എന്റെ അവയവങ്ങൾക്കൊത്തവരും പൊരുതി തഴകിയവരുമായ 10 കോടി ഗോപന്മാരുടെ സൈന്യമുണ്ട്. നാരായണന്മാർ എന്ന പേരിൽ ഒരാൾക്ക് അതെടുക്കാം. മറ്റേ പങ്കിൽ ആയുധമെടുക്കാതെ യുദ്ധം ചെയ്യാതെ ഞാനും. അർജുന, ഇതിലേതാണ് നിനക്കേറെ ഇഷ്ടമെങ്കിൽ അത് വരിച്ചു കൊടുക്കുക. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയാണ് മഹാഭാരത യുദ്ധത്തെ പിൽക്കാലത്ത് വലിയ പരിണതിയിലേക്ക് എത്തിച്ച കൃഷ്ണന്റെ സാമീപ്യം. ഭഗവത്ഗീത അടക്കമുള്ള കൃഷ്ണ ഉപദേശം, അർജുന ഉപദേശം, അർജുനന് നൽകിയ ഉപദേശം ഒക്കെ വരുന്നത് ഇതിന്റെ അനന്തരഫലമായിട്ടാണ്. നമുക്കറിയാം, മഹാഭാരതത്തെ നമ്മൾ അറിയുന്നതിലേറെ ഭഗവത്ഗീതയെ നമ്മൾ അറിയും. കൃഷ്ണന് നൽകിയ ഉപദേശം, യുദ്ധത്തിനിടയിൽ വിഷാദഭരിതനായ കൃഷ്ണനോട്, നീ നിന്റെ ശത്രുക്കളാണ് നിന്റെ മുന്നിൽ എന്ന് കരുതി അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ നീ പരിശ്രമിക്കണം എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ ജീവിത തത്വചിന്തകൾ അവതരിപ്പിക്കുന്ന ഗീത വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ആ പാർത്ഥസാരഥി എന്ന ആ ലേഖനം, അത് കഴിഞ്ഞാൽ ഭഗവദ്ദൂതാണ്. നമുക്കറിയാം, സ്വത്ത് തർക്കമാണ് എന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു. ഈ സ്വത്ത് തർക്കത്തിൽ ഒരു മധ്യസ്ഥന്റെ ആവശ്യമുണ്ട്. ആ മധ്യസ്ഥനായി ഭഗവാൻ പോവുകയാണ്. അതാണ് ഭഗവദ്ദൂത്. വളരെ കൃത്യമായി പിന്നീട് ഒരു പരാതിയും എതിരാളിക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ പഴുതടച്ചുകൊണ്ടുള്ള ഒരു മധ്യസ്ഥതയാണ് അദ്ദേഹം ചെയ്തത്. അവസാനം അർദ്ധരാജൻ ചോദിച്ച അവസാനം 5 പേർക്ക് താമസിക്കാൻ 5 വീടുകൾ എന്ന നമ്മൾ കേൾക്കുന്ന കഥയുണ്ടല്ലോ ഇപ്പോൾ, അതിലേക്ക് വരെ എത്തി നിൽക്കുന്ന രീതിയിലുള്ള ആ ദൂത് മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടും അതിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ്. അത് പരാജയപ്പെടാനുള്ള കാരണം ലോഭവും മോഹവുമാണ്. അതായത് മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാവില്ല. ആ മോഹത്തില് അവനെ തന്നെ മറന്നു പോകുന്നു എന്ന ലോക സത്യം ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ലേഖനം ഇതിൽ വരുന്ന ലേഖനം ഭഗവദ്ഗീത ഇത്തിരി നീണ്ട ലേഖനമാണ്. അതില് ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഭഗവദ്ഗീതയില്. അതിതാണ്: കൃഷ്ണന്റെ അച്ഛന്റെ പെങ്ങളാണ് പാണ്ഡവരുടെ അമ്മയായ കുന്തി. കുന്തിയും കർണനും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് യുദ്ധത്തിനിടയില്. നിന്റെ അനിയന്മാരെക്കെതിരെ നീ യുദ്ധം ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണൻ കർണനെ സമീപിക്കുകയാണ്. അപ്പൊ കർണൻ പറയുന്ന മറുപടി ഇതിലുണ്ട്. അതായത്, നീ ചെയ്യേണ്ടത് ഈ കുരുവംശ രാജാവിന് തക്ക എല്ലാ ഐശ്വര്യവും നീ നേടും. നീ കുന്തിയെ സന്തോഷിപ്പിച്ച് അവരുടെ കൂടെ നിൽക്കണം. കാരണം അവർ രാജ്യം നേടുകയാണെങ്കിൽ ജ്യേഷ്ഠൻ നീയാണല്ലോ. അപ്പോ നിനക്കായിരിക്കും രാജാവിന്റെ സ്ഥാനം ലഭിക്കുക എന്ന പ്രലോഭനങ്ങളിലൊന്നും കർണൻ വീണില്ല എന്ന് നമുക്ക് കാണാം. താങ്കൾ സൗഹാർദ്ദം കൊണ്ട് എനിക്ക് ശ്രേയസ് വരുത്താൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്. എല്ലാം എനിക്കറിയാം. സൂര്യനിൽ നിന്ന് കുന്തിയിൽ ജനിച്ച തള്ളപ്പെട്ട എന്നെ അതിരഥനെടുത്ത് രാധയ്ക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് രാധയ്ക്ക് എന്നിൽ അലിവ് തോന്നി, മുല ചുരന്നുപോയി. അവരാണ് എന്റെ മലവും മൂത്രവും ഏറ്റുവാങ്ങിയത്. അവർക്കുള്ള പിണ്ടത്തെ ഞാൻ തള്ളിക്കളയാമോ? അതുപോലെ അതിരഥൻ എന്നെ മകനെന്ന് കരുതുന്നു. അദ്ദേഹത്തെ ഞാൻ അച്ഛനായി കരുതുന്നു.
അദ്ദേഹമാണ് എനിക്ക് ജാതകർമ്മവും നാമകരണവും യൗവനമായപ്പോൾ വിവാഹവും നടത്തിച്ചത്. എനിക്കിപ്പോൾ പുത്രന്മാരും പൗത്രന്മാരുമായി. അതുകൊണ്ട് തന്നെ എനിക്കിനി എന്തില്ല, മറ്റൊരാഗ്രഹവും ജീവിതത്തിലില്ല എന്ന് പറഞ്ഞ് ആ ഭഗവത് ദൂത് കൗരവ പാണ്ഡവർക്കിടയിലുള്ള ദൂത് മാത്രമായിട്ടല്ലാതെ കർണനോടുള്ള ഒരു ദൂതായിട്ട് കൂടി ഇവിടെ കുട്ടീശ്വരന്മാരാര് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതില് കർണന്റെ സ്വഭാവ വൈശിഷ്ട്യം, അയാളുടെ ദൃഢനിശ്ചയം, അയാളുടെ സൗഹൃദം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇനി അതിലെ അടുത്ത ലേഖനം 2 അഭിവാദനങ്ങളാണ്. 2 അഭിവാദനങ്ങൾ എന്ന് പറയുന്നത് കുരുക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് ഭീഷ്മ പിതാമഹന്റെ സൈന്യാധിപത്യത്തിൽ കൗരവരുടെ 11 അക്ഷൗഹിണിപ്പടയും, പടിഞ്ഞാറ് വശത്ത് ദൃഷ്ടദ്യുമ്നന്റെ സൈന്യാധിപത്യത്തിൽ പാണ്ഡവരുടെ 7 അക്ഷൗഹിണിപ്പടയും തിരയടിച്ചു തുള്ളുന്ന കടലുകൾ പോലെ ശസ്ത്രപ്രയോഗങ്ങൾക്ക് വെമ്പിക്കൊണ്ട് നേർക്ക് നേരെ നിരന്നു നിൽക്കുന്നു. ഇങ്ങനെ യുദ്ധ സന്നദ്ധരായി നിൽക്കുന്ന, അഭിമുഖം നിൽക്കുന്ന ആ പടയാളികൾക്കിടയിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിന്ന് അതാ യുധിഷ്ഠിരൻ ആയുധം താഴെ വെച്ച് തന്റെ കവചം അഴിച്ചു വെച്ച്, മാർച്ചട്ട അഴിച്ചു വെച്ച് തേരിൽ നിന്നിറങ്ങി ഭീഷ്മരെ നോക്കി തൊഴുതുകൊണ്ട് ശത്രുസേനയുടെ നേർക്ക് കാൽനടയായി പോകുന്നു. കാരണം ഭീഷ്മർ കൗരവരുടെ കൂടെയാണ്. കൗരവ സൈന്യത്തിന്റെ നേരെ നടന്ന് ചെല്ലുകയാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ അങ്ങനെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. അപ്പോ അദ്ദേഹം ഇങ്ങനെ പറയാണ്. അവിടെ ചെന്നപ്പോ ഭീഷ്മര് പറഞ്ഞു, രാജാവേ നന്നായി, നീ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ തോൽക്കാൻ ശപിച്ചേനെ. മകനെ, യുദ്ധം ചെയ്തു കൊള്ളുക, ജയം നേടുമാറാക, വരം വല്ലതും വരിച്ചു കൊള്ളുക. മനുഷ്യൻ ധനത്തിന്റെയോ ധനൻ മനുഷ്യന്റെയോ ദാസനല്ല. ഞാൻ ധനം മൂലം കൗരവരോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ക്ലീബനെ പോലെ സംസാരിക്കുന്നത്. അതായത് ഈ വാക്കില് ഇതിൽ ധർമ്മം എന്ന് പറയുന്നത്, രാജധർമ്മം എന്ന് പറയുന്നത് പാണ്ഡവരുടെ കൂടെയാണെന്നും താൻ ഇപ്പോൾ കൗരവർക്ക് ധനം മുഖേന അടിമയായതുകൊണ്ടാണ്, അവർക്ക് അടിമപ്പെട്ട അധീനപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് കൗരവരുടെ കൂടെ നിൽക്കുന്നതെന്നും, നീ എന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അഭിവാദനം ചെയ്യാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് നല്ല ഭാവി, വരം വേണമെങ്കിൽ നൽകാം എന്ന് പറഞ്ഞ് അവർക്ക് ഭാവിയിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാവാൻ അനുഗ്രഹിക്കുകയാണ് ആര് ചെയ്യുന്നത്, ഭീഷ്മർ ചെയ്യുന്നത് എന്നാണ്. ഇനി മറ്റൊരാളുടെ അഭിവാദനം കൂടി ഈ ലേഖനത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അത് ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. ഭീഷ്മർ വീണു. അവസാനം ഭീഷ്മര് ഉത്തരായണ കാലം തനിക്ക് എന്താണ്, എപ്പോൾ സ്വച്ഛന്ത മൃത്യുവാണല്ലോ ഭീഷ്മർ. തനിക്ക് മരിക്കണം എന്ന് തോന്നുമ്പോൾ മരിക്കാനുള്ള ഒരു വരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മരിക്കാനുള്ള സമയവും കാത്തുകൊണ്ട് ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് കർണൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കർണൻ ഇങ്ങനെ സ്വയം അഭിവാദനം ചെയ്യുന്നു. കുരുശ്രേഷ്ഠ, രാധേയനാണ് ഞാൻ. എന്നും അങ്ങയുടെ കൺമുമ്പിൽ ഇരുന്നവനും ഒരു കുറ്റവും ചെയ്യാതെ അങ്ങയുടെ ദ്വേഷത്തിന് പാത്രമായവനും. വളരെ മനോഹരമായ ഒരു അഭിവാദ്യം. അദ്ദേഹത്തെ അവസാനമായി കാണാൻ ചെല്ലുകയാണ് കർണൻ. എന്നും അങ്ങയുടെ മുന്നിൽ ഞാൻ ഉണ്ടായിരുന്നു, കാരണം എപ്പോഴും അങ്ങയുടെ ദ്വേഷത്തിന് കാരണമായവനും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യാണ്. അപ്പോ വളരെ വേദനയോടുകൂടി കിടക്കുന്ന ഭീഷ്മർ പണിപ്പെട്ട് കൺമിഴിച്ച് അദ്ദേഹത്തെ നോക്കി. എന്നിട്ട് മറ്റുള്ളവരെയൊക്കെ പറഞ്ഞയച്ചിട്ട് കർണനോട് ഇങ്ങനെ പറഞ്ഞു ഭീഷ്മർ, വരൂ വരൂ എന്റെ എതിരാളെ, നിനക്ക് എന്നോടൊരു കിടമത്സരമാണ്. നീ ഇപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നിനക്ക് ശ്രേയസ് ഉണ്ടാകാതെ പോയേനെ. നീ രാധേയനല്ല, കൗന്ദേയനാണ്. നാരദനും വ്യാസനും കൃഷ്ണനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ണി, ഞാൻ സത്യം പറയുന്നു, എനിക്ക് നിന്നോട് ഒരു ദ്വേഷവുമില്ല. നിന്റെ ഉശിരടക്കി നിർത്താൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു വേലയാണത്, ഒരു മാർഗമാണത് എന്ന് പറയുകയാണ് ഭീഷ്മർ. നമ്മുടെ ലോകത്തുള്ള ദ്വേഷങ്ങൾ, വൈരാഗ്യങ്ങൾ, ശത്രുതകൾ ഒക്കെ
എത്ര നിമിഷ നേരം കൊണ്ട് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇല്ലാതായി പോകും ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട്, ഒരു സ്പർശം കൊണ്ട് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ മഹാഭാരതം വായിച്ച് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അങ്ങനെ കഴിയാത്തവർക്കും കൂടി മനസ്സിലാക്കുന്ന രൂപത്തിൽ നല്ല ഭാഷയിൽ കുട്ടികൃഷ്ണമാരാര് ഈ ലേഖനത്തിൽ അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരാൾ യുദ്ധത്തിന് മുമ്പ് ചെന്ന യുധിഷ്ഠിരനും യുദ്ധത്തിൽ വീണ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ കാണാൻ ചെന്ന കർണനും അതിന് നല്ല ഉദാഹരണമാണ്. തന്റെ പിതാമഹനെ വന്ദിക്കാൻ ചെല്ലുന്ന പ്രായത്തിൽ കുറഞ്ഞ യുവാക്കളായ അല്ലെങ്കിൽ തൊട്ടടുത്ത തലമുറയിലുള്ളവരെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമായി ഇതിൽ പറയാം. എന്നിട്ട് അപ്പോ കർണൻ മറുപടി പറയുന്നുണ്ട്, എനിക്കറിയാം അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ കുന്തി പെറ്റവനാണെന്നും അവർ എന്നെ വലിച്ചെറിഞ്ഞ് സൂതനെടുത്ത് വളർത്തിയതാണെന്നും, എന്നാൽ ഇത്രയും കാലം ദുര്യോധനന്റെ ഐശ്വര്യം ഭുജിച്ചിട്ട് ഇന്നതിനെ പാഴാക്കുവാൻ ഞാനാളല്ല. ഭീഷ്മരുടെ അതേ അവസ്ഥയിലാണ് താനെന്ന് ഭീഷ്മരോട് കർണൻ പറയുകയാണ്. അപ്പോ ഈ മനുഷ്യന്റെ ഈ അവസ്ഥകൾ ഉണ്ടല്ലോ, സത്യത്തിന്റെ കൂടെ ധർമ്മത്തിന്റെ കൂടെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് പോലും കെട്ടുപാടുകൾ നമ്മളെ അതിനനുവദിക്കുന്നില്ല പലപ്പോഴും എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഭീഷ്മരും കർണനും. അതാണ് ഭഗവദ്ഗീത എന്ന ഈ ലേഖനത്തിന്റെ പ്രത്യേകത. സഹോദരന്മാർ തമ്മിൽ എന്ന അടുത്ത ലേഖനത്തില് മഹാഭാരത യുദ്ധം തുടങ്ങിയിട്ടുള്ള 17ാമത്തെ ദിവസത്തെ കുറിച്ചാണ് കുട്ടികൃഷ്ണമാരാർ പറയുന്നത്. ഒരുപാട് ആൾക്കാർ മരിച്ചു വീണു. 18 അക്ഷൗഹിണി പടയിൽ ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. ഭീഷ്മർ 10ാം ദിവസം വീണു, ദ്രോണർ 15ാം ദിവസം വീണു. ഇപ്പോൾ കർണനാണ് അവരുടെ സേനാധിപതി. അങ്ങനെ കർണൻ സേനാധിപതിയായിരിക്കുന്ന ഈ കാലത്താണ് കർണന് ഏറ്റവും വലിയ ശത്രു അയാളുടെ സ്വന്തം അനിയനായ അർജുനൻ തന്നെയാണ്. ഇന്ന് അദ്ദേഹം അർജുനന്റെ കഥ കഴിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കർണൻ എന്റെ ആഗ്രഹം അന്ന് നടക്കുന്നില്ല എന്നുള്ളതും ഇത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഇതില് സഹോദരന്മാർ തമ്മിൽ എന്നീ ലേഖനത്തിന് എന്താണ് തലവാചകം കൊടുക്കാൻ കാരണം? കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ എന്നല്ല, ഒരമ്മയുടെ 2 മക്കൾ തമ്മിൽ യുദ്ധഭൂമിയിൽ പരസ്പരം അമ്പെയ്ത് കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നു. കുന്തിയുടെ മൂത്തപുത്രനായ കർണനും കർണൻ മൂത്തപുത്രനാണെങ്കിൽ കുന്തിയുടെ 4ാമത്തെ പുത്രൻ അല്ലെ, കർണൻ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു യുദ്ധം കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്നു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതും എന്നാൽ വിധിവശാൽ നടക്കേണ്ടി വന്നതുമായ സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധത്തിന്റെ പരിണാമത്തെ കുറിച്ചാണ്, അതിന്റെ ഉള്ളറകളെ കുറിച്ചാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നത്. 18ാം ദിവസം യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. യുദ്ധത്തിന്റെ അവസാനം എത്തുമ്പോൾ യുദ്ധത്തിന്റെ പരിണാമം എന്നൊരു ലേഖനം കൂടി മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ എത്ര പ്രാവശ്യം വായിച്ചിട്ടും മതി വരാത്ത, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലേഖനമാണ് യുദ്ധത്തിന്റെ പരിണാമം. ഒരു യുദ്ധത്തിന്റെ പരിണാമം എന്താണ്, അന്ത്യം എന്താണ്, അതിന്റെ വിധി എന്താണ്, അതിന്റെ ഫലം എന്താണ് എന്ന് വളരെ കൃത്യമായി തത്വചിന്താപരമായി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തരാൻ കുട്ടികൃഷ്ണമാരാര് ശ്രമിക്കുകയാണ്. അപ്പോ ഇതില് അവസാനം യുദ്ധത്തില് എല്ലാവരും പുരുഷന്മാർ, നമ്മള് പറയുമ്പോൾ ഉത്തര എന്ന് പറഞ്ഞാല് നമുക്കറിയാം അർജുനന്റെ ഈ ഇതിന്റെ കാലത്ത്, വനവാസ കാലത്ത് അവർ വേഷം മാറി താമസിക്കുന്ന കാലത്ത് പരിചയപ്പെട്ട പെൺകുട്ടി, നമുക്ക് ഉത്തരയെ കുറിച്ച് അറിയാം. അർജുനന്റെ പുത്രനാണ് അവളെ വിവാഹം കഴിക്കുന്നത്. അവരെല്ലാം മരിക്കുമ്പോ, അഭിമന്യു മരിക്കുമ്പോ, പത്മവ്യൂഹത്തിൽപ്പെട്ട് മരിക്കുമ്പോ, ആ മരണശേഷം യുദ്ധരംഗത്തെത്തുമ്പോ തന്റെ ഭർത്താവിന്റെ ജഡ ഒരു നോക്ക് കാണാൻ വേണ്ടി യുദ്ധരംഗത്തെത്തുന്ന ഉത്തരയെ വരെ ഇതില് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിന്റെ പരിണാമത്തിൽ വന്നിട്ടുള്ള ഈ അറുംകൊലയുടെ ഭാഗമായി നഷ്ടപ്പെട്ട ജീവനുകൾ, അംഗഭംഗം വന്ന ശരീരങ്ങൾ, ഗളച്ഛേദം നടത്തിയ ശരീരങ്ങൾ, അങ്ങനെയുള്ള
അതിഭീകരവും ദാരുണവുമായ രംഗങ്ങളിലേക്ക് ഈ യുദ്ധം എത്തി എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അമ്മമാരും ഭാര്യമാരും മാത്രം ബാക്കിയായ ഒരു യുദ്ധമായി ഇതിനെ കാണാൻ നമുക്ക് കഴിയണം. ഓരോ യുദ്ധത്തിന്റെ അവസാനവും ഇതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം എന്നതിൽ നിന്ന്, ശത്രുത എന്നതിൽ നിന്ന്, തർക്കം എന്നതിൽ നിന്ന് കഴിയുമെങ്കിൽ മാറി നിന്ന് ജീവിക്കുകയാണ് വിവേകമുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ലേഖനത്തിലൂടെ ചെയ്യുന്നത്. അതിനുവേണ്ടി മഹാഭാരതത്തിലെ കഥയെ വളരെ കൃത്യമായി വ്യാഖ്യാനിക്കുകയാണ് കുട്ടികൃഷ്ണമാരാർ ഈ ലേഖനത്തിൽ ചെയ്യുന്നത്. ഈ ഭാരത യുദ്ധത്തില് വളരെ കൃത്യമായി ഒരാളെ കൂടി ഭീമനെ പോലെ തന്നെ ഗദായുദ്ധത്തിൽ വളരെ പ്രാവീണനായ കൃഷ്ണന്റെ സഹോദരനാണ് ബലരാമൻ. ആ ബലരാമനെ കുറിച്ചുള്ള ഒരു ലേഖനം ഇതിലുണ്ട്. ബലരാമൻ ആരോടും പ്രത്യേക മമതയൊന്നുമില്ലാതെ ധർമ്മത്തിനു വേണ്ടി നിൽക്കാൻ കൊതിച്ച ഒരാളാണെന്ന് ഇതിൽ പറയുകയാണ്. ഇതില് ഇവർക്ക് വളരെ കൃത്യമായ യുദ്ധത്തിന്റെ അനന്തരഫലമായി രാജാധിപത്യം കൈവന്നു പാണ്ഡവന്മാർക്ക്. യുദ്ധത്തിന്റെ അവസാനം അതാണല്ലോ ഉണ്ടായത്. അവസാനം പാണ്ഡവന്മാരാണ് യുദ്ധത്തിൽ ജയിച്ചത്. അവർക്ക് രാജാധികാരം കിട്ടി. മൂത്ത പുത്രനായ യുധിഷ്ഠിരൻ യുദ്ധത്തിൽ ജയിച്ചതിന്റെ ഭാഗമായി രാജാവാകേണ്ടതാണ്. എന്നാൽ ജ്ഞാതിവധ വിഷണ്ണനായ യുധിഷ്ഠിരൻ വ്യാസോപദേശം അനുസരിച്ച് പാപപരിഹാരാർത്ഥം അശ്വമേധം യജിപ്പാൻ നിശ്ചയിച്ചു. അതാണ്, ഒരു അശ്വമേധം ചെയ്യണം, പാപപരിഹാരം നടത്തണം. ജ്ഞാതികൾ ബന്ധുക്കളാണ്. ബന്ധുക്കളെ, സഹോദരന്മാരെ, അല്ലെ, അച്ഛന്റെ ജ്യേഷ്ഠന്റെ സഹോദരന്മാർ, മക്കളായ സഹോദരന്മാർ, അവരുടെ മക്കൾ, അവരുടെ ബന്ധുക്കൾ, അവരെയൊക്കെ കൊന്നൊടുക്കിയതിന്റെ പാപം തീർക്കാൻ അങ്ങനെ അശ്വമേധം നടത്തുകയാണ്. അശ്വമേധം നടത്തി ജയദ്രഥന്റെ രാജ്യത്ത് എത്തുന്നു. അങ്ങനെ ഓരോ രാജ്യത്തും ചെന്ന് ഇങ്ങനെ യാഗാശ്വം തന്റെ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ അദ്ദേഹം അർജുനന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ വരികയാണ്, ദുശ്ശള. നമുക്കറിയാം ദുശ്ശള 100 സഹോദരന്മാരുടെ സഹോദരിയാണ്. ഗാന്ധാരിയുടെ 101ാമത്തെ പുത്രിയാണ്. ദുശ്ശള ഏക സഹോദരി. അവളുടെ കയ്യിൽ ഒരു പിഞ്ചു കുട്ടിയുണ്ട്. അവളുടെ പേരക്കുട്ടി സുരഥന്റെ സീമന്തപുത്രൻ. അർജുനൻ വില്ലുവെച്ച് ദൈന്യത്താൽ തലകുനിച്ചു സഹോദരിയോട് എന്തു വേണം എന്ന് ചോദിച്ചു. അവൾ തന്റെ ആ പിഞ്ചു പൈതലിന്, മുത്തച്ഛനും അച്ഛനും മരിച്ചുപോയ ആ അനാഥാത്മാവിന് അഭയം യാചിപ്പാൻ വന്നിരിക്കെയാണ്. തന്റെ സഹോദരന്മാരെയും ഭർത്താവിനെയും കൊന്നതിനെ പറ്റി അവൾക്കൊന്നും മറുത്തു പറയാനില്ല. അനാര്യരും അപനയക്കാരുമായ അവരുടെ അപരാധമെല്ലാം മറന്നു തന്നോടും അപ്പോൾ മരിച്ചുപോയ തന്റെ പുത്രനോടും ദയ തോന്നി ആ കൈക്കുഞ്ഞിന്റെ നേർക്ക്, ആയിടെ ജനിച്ച അഭിമന്യുപുത്രന്റെ നേർക്കെന്ന പോലെ മനസ്സു തെളിയണമേ എന്നവൾ കേണപേക്ഷിച്ചു. ഈ കുഞ്ഞിനെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വൈരാഗ്യത്തിന്റെ പേരിൽ കൊല്ലരുത്, അവനെ നശിപ്പിക്കരുത്. അഭിമന്യുവിന്റെ പുത്രനോട് അർജുനൻ എത്രത്തോളം പ്രണയമുണ്ടോ, എത്രത്തോളം സ്നേഹമുണ്ടോ, വാത്സല്യമുണ്ടോ, അതേ സ്നേഹവും വാത്സല്യവും തന്റെ പുത്രനായ സുരഥന്റെ പുത്രനായ ഈ പിഞ്ചു കുഞ്ഞിനോട് കാണിക്കണേ എന്നവൾ കേണപേക്ഷിക്കുന്ന ദുശ്ശളയെ അയാൾ കാണുകയാണ്. ഒരാൾക്ക് ഇത്രയധികം വേദന ഉണ്ടാവുന്ന ഒരു രംഗം, പ്രത്യേകിച്ച് പാണ്ഡവർക്ക്, ആ രംഗം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിനെ നുറുക്കുന്ന ഒരു രംഗമാണ്. ഇതൊക്കെ അർജുന വിഷാദ യോഗം എന്ന ഈ ലേഖനത്തില് അവതരിപ്പിച്ച് ഈ ലേഖനത്തിന്റെ ഉൾക്കാമ്പ് അദ്ദേഹം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പുസ്തകത്തെ കുറിച്ചുള്ള എന്റെ ഈ വായന അനുഭവം അല്ലെങ്കിൽ വാക്കുകൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, ഞാൻ എന്റെ ബിരുദ പഠന കാലത്ത് വായിച്ച പുസ്തകമാണ്. മഹാഭാരതം പൂർണ്ണമായി വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു സത്യമാണ്. പക്ഷേ മഹാഭാരതത്തിന്റെ വിവിധ രൂപത്തിലുള്ള ആ പുസ്തകം പൂർണ്ണമായി തന്നെ വായിച്ചതിൽ നിന്നും ഈ പുസ്തകം എന്നെ മഹാഭാരതത്തെ മനസ്സിലാക്കാൻ സഹായിച്ചത്ര മറ്റൊരു പുസ്തകവും എന്നെ സഹായിച്ചില്ല എന്നും, മാരാരുടെ കണ്ണുകളിലൂടെയാണ് ഞാൻ മഹാഭാരതത്തെ നോക്കിക്കണ്ടത് എന്നും, ആ എതിരാളികളും അനുകൂലികളും പറയുന്നതിനപ്പുറത്ത് മഹാഭാരതത്തിന്
ഉൾക്കാഴ്ചയുള്ള ഒരു ജീവിത മൂല്യമുണ്ട് എന്നും അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നും അതിന് സഹായിക്കുന്ന ഈ ഗ്രന്ഥം എനിക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് എന്നും പറഞ്ഞുകൊണ്ട് കൈരളിയുടെ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എന്റെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ദീർഘകാലം ഇതിന്റെ സെക്രട്ടറി ആയിരിക്കാൻ, ഇതിന്റെ പ്രവർത്തകനായിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.